നമ്മളിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ മുറ്റത്ത് നട്ട ബീൻസ് കേട്ടോ. ബീൻസ് പറിക്കുകയാണ്. നല്ല വളമൊന്നും ഇല്ലാത്ത ബീൻസ് കേട്ടോ. ഇതേപോലെ എല്ലാവരും മുറ്റത്ത് കുറച്ചൊക്കെ പച്ചക്കറിയൊക്കെ നടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വളമില്ലാത്ത എന്താ പറയുക പച്ചക്കറിയൊക്കെ നമുക്ക് പറിക്കാൻ പറ്റും കേട്ടോ. ഇതുണ്ടല്ലേ, ഒരു ദിവസത്തേക്കുള്ള ഉപ്പേരിക്കുള്ള നല്ല ലാവശ്യമായിട്ട് നമുക്ക് മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ അടുത്ത് വേറെയും കുറച്ച് ഐറ്റം സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഓരോ ലീവിന് വരുമ്പോൾ ഓരോ സാധനങ്ങൾ നടും. അപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. ഇത് നമ്മൾ കഴിഞ്ഞ ലീവല്ല കേട്ടോ, അതിൻ്റെ മുന്നത്തെ ലീവിന് വന്ന സമയത്ത് നട്ട മാവ് കേട്ടോ. ഏകദേശം ഇപ്പോൾ ഈ ഒരു വലിപ്പം വെച്ചിട്ടുണ്ട്. ഈ മാവിനൊക്കെ ഇവിടെ ഇങ്ങനെ ഇല ഇങ്ങനെ കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ള കാരണം അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഇതിനെന്താ ചെയ്യാൻ പറ്റിയ വളമോ എന്താ വെച്ച് ഞാൻ പറഞ്ഞു തരും കേട്ടോ. ഇത്ര വലിപ്പം വെച്ചിട്ടുണ്ട് നമ്മളത്. ഇത് മല്ലികയാണ് കേട്ടോ. നമ്മൾ മല്ലിക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മേടിച്ച് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് കായ്ക്കുന്ന സമയത്ത് അറിയാതെ ഏതാ മാങ്ങാന്നുള്ളത്. ഈ ചാക്കിൽ മുളകിൻ്റെ വിത്ത് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടില്ലേ, നമ്മളെ കാട്ടു തക്കാളിയാണിത്. ചെറിയ തക്കാളി ഇല്ലേ, അതാണിത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കർമൂസ ഉണ്ടില്ലേ, കർമൂസ ഉണ്ട്. അതുപോലെ നമ്മൾ വാഴ നട്ടിട്ടുണ്ട്. വാഴയ്ക്ക് ഏകദേശം കുലച്ചിട്ടുണ്ട് കേട്ടോ. കർമൂസ അതേപോലെ തന്നെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വിത്തുകളാണ്. അപ്പോൾ ഈ വിത്തുകളൊക്കെ നമ്മൾ എന്താ പറയുക ചെറിയ പാക്കറ്റ് ആക്കിയിട്ട് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ നമുക്ക് എന്താ പറയുക പയറും മുളകൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അപ്പുറത്ത് കണ്ട മാവില്ലേ, അതിൻ്റെ കൂടെ വെച്ചതാട്ടോ ഈ ഒരു തെങ്ങ്. ഈ തെങ്ങും അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. ഇനി 1-2 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പോൾ കായ്ക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മൾ റംബൂട്ടാൻ മേടിച്ചിരുന്നു. അപ്പം അത് തിന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുരു മക്കൾ എന്തായിട്ട് ഇതേപോലത്തെ ഒരു ചട്ടിയിൽ നട്ടതാട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനി പറിച്ച് നടണം. അപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങൾ വേറെ പറിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. ഇത് ലേശം ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം മിസ്സാം വയനാട്.